പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. മമതാ ബാനർജി വിളിച്ച എംഎൽഎമാരുടെ യോഗത്തിൽ വിട്ടുനിന്ന നേതാക്കൾ പാർട്ടി വിട്ടേക്കും. അതേസമയം മന്ത്രിസഭാ വിപുലീകരണത്തിന് പിറകെ ബംഗാളിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ സേവനങ്ങൾ ആരംഭിച്ചതായി മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിറകെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വിളിച്ച എംഎൽഎമാരുടെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന പല നേതാക്കളും ഉടൻ പാർട്ടി വിടുമെന്നാണ് സൂചന. 80 തൃണമൂൽ എംഎൽഎമാരിൽ 20 പേർ മാത്രമായിരുന്നു മമത വിളിച്ച യോഗത്തിനെത്തിയത്. ഇതിനിടെ 2 എംഎൽഎമാരെ തൃണമൂൽ കോൺഗ്രസ് സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. എംഎൽഎമാരായ സന്ദീപ് സാഹയെയും ഋതുപത്ര ബാനർജിയെയുമാണ് പുറത്താക്കിയത്. അതേസമയം ബംഗാളിൽ മന്ത്രിസഭാ വികസന ഭാഗമായി 35 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം നൽകിയതനുസരിച്ച് ബംഗാളിൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഇന്നു മുതൽ സൗജന്യ സേവനം ആരംഭിച്ചതായി ചടങ്ങുകൾക്ക് ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. যারা চালিয়েছিলেন এখন তারা নিজেরাই বিভিন্ন জায়গায় ফর্ম ফিল আপ করার জন্য ബംഗാളിൽ ഇതുവരെ നടപ്പാക്കാത്ത കേന്ദ്ര ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അക്രമം ആര് നടത്തിയാലും കടുത്ത നടപടിയുണ്ടാകുമെന്നും സുവേന്ദു അധികാരി പറഞ്ഞു. നേരത്തെ തൃണമൂൽ നേതാവ് അഭിഷേക് ബാനർജിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായതും തൃണമൂൽ പ്രവർത്തകർ തന്നെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.